പാർത്ഥിപ്പന്റെ ചിത്രങ്ങൾക്ക് നിറങ്ങളേറെയുണ്ട്. സ്വപ്നങ്ങൾ പോലെ മനസ്സിൽ വിരിയുന്നതെന്തും ക്യാൻവാസിൽ പകർത്തുന്നത് പോലെ പാർത്ഥിബ് സ്വപ്നത്തെ പിന്തുടരുകയായിരുന്നു. കടന്നുവന്ന നാളുകളിലെ പ്രയാസങ്ങളെ ഉള്ളിലൊതുക്കി ഈ 18-കാരൻ ദീർഘകാല സ്വപ്നത്തിന് ചിറകു നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചേരുകയാണ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി വിഭാഗത്തിൽ 27ാം റാങ്ക് നേടിയാണ് പ്രവേശനം ഉറപ്പാക്കിയത്. ജന്മന ഓസ്റ്റിയോജെനോസിസ് ഇംപെർഫെക്റ്റ് എന്ന രോഗം പിടികൂടിയിരുന്നു. ഇത് കാലുകളുടെ ചലനശേഷിയെ ബാധിച്ചു. 4 വർഷം മുൻപ് വരെ നടത്തിയത് 8 ശസ്ത്രക്രിയകൾ. ഇപ്പോൾ രോഗത്തിന് കടിഞ്ഞാനിടാനായി. മരുന്നുകൾ ഏതുമില്ല. സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥയും. അത് പഠനത്തിനും സ്വപ്ന സാക്ഷാത്കാരത്തിനും ആത്മവിശ്വാസത്തോടെ നീങ്ങാനുള്ള കെൽപ്പ് നൽകി. ഡോക്ടറാവണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. ചെറുതിലോട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു ആയപ്പോൾ പിന്നീട് അതിലേക്ക് തന്നെ ഓൺലൈനായിട്ടായിരുന്നു ചേർന്നത്. പിന്നെ അവരുടെ മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ച് പിന്നെ എക്സാംസൊക്കെ ഓഫ്ലൈനായിട്ട് മാസത്തെ ഒരു ദിവസം കാണുമായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിച്ചാണ് ഇനിയുള്ള പഠനം. രക്ഷിതാക്കൾക്ക് ഇരുവർക്കും അത് തെല്ല് സങ്കടം നൽകുന്നുണ്ട്. എന്നാൽ പാർത്ഥിബ് അതിലൊന്നും ആശങ്കപ്പെടുന്നതേയില്ല. സങ്കടമുണ്ട് എങ്ങനെ ആവുമെന്നുള്ള, പക്ഷെ അവന് നല്ല ധൈര്യമുണ്ട്. അവന് ധൈര്യമുണ്ട്, നമുക്ക് ധൈര്യം കുറവുണ്ട്. അങ്ങാടിക്കൽ SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് 2-വിന് എല്ലാ വിഷയത്തിലും A+ നേടിയായിരുന്നു വിജയം. ഒറ്റ സുഹൃത്ത് ആദർശ് ഒറ്റ ദിവസം കൊണ്ട് പാർത്ഥിബിന് പഠനമേശ ഉണ്ടാക്കി നൽകി. അധ്യാപകർ, ആപത്ത് കാലത്ത് സഹായിച്ചവർ, അങ്ങനെ എല്ലാവർക്കുമുള്ള സമ്മാനമാണ് MBBS പ്രവേശനം. ഉപരിപഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തിക സഹായം ഒരു പ്രശ്നമാണല്ലോ. അപ്പം അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ സാമ്പത്തികമുള്ളവരല്ല. അച്ഛൻ തന്നെ ഇപ്പം ഏകദേശം 2ഓളം ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഈ പാർത്ഥിബിനെ ഉപരിപഠനത്തിന് വേണ്ടി ആരെയും തന്മനസ്സുള്ളവർ അതിൽ മുമ്പോട്ട് വരുന്നാൽ താല്പര്യപ്പെട്ടാൽ അത് വീട്ടുകാർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന പിതാവ് പ്രദീപ്, വീട്ടമ്മ ബന്ധു, ഇവരുടെ കൂടി സ്വപ്നമാണ് മകനെ ഡോക്ടറാക്കുക എന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. CK അഭിലാല് നമ്മുടെ കൂടെ ഉണ്ട്. അഭിലാല്, ആശങ്കകൾ അത് അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു മനോധൈര്യം, തനിക്ക് മുന്നേറാനാകും എന്നുള്ള ആ ഒരു മനോധൈര്യം അത് പാർത്ഥിബിനുണ്ട്. അത് അയാളുടെ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാകുന്നതാണ്. പറയോ പാർത്ഥിബിനെ കുറിച്ച്? പാർത്ഥിബിന്റെ ചിരിയിലുണ്ട് ആത്മവിശ്വാസം. അത് കാണുന്ന ഏതൊരാളുടെയും മനസ്സിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും. രോഗാവസ്ഥയെക്കുറിച്ചും MBBS പഠനത്തിലുള്ള തയ്യാറെടുപ്പിനെ കുറിച്ചും ഒക്കെ തന്നെ പറഞ്ഞത് ഗ്രാമപഞ്ചായത്ത് അംഗം ജിതേഷാണ്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഒരു രൂപമേ ആയിരുന്നില്ല വീട്ടിൽ ചെന്ന് കണ്ടപ്പോൾ. കാരണം കഴിഞ്ഞ 4 വർഷമായി രോഗാവസ്ഥയിൽ കാര്യമായ മാറ്റമുണ്ടായിരിക്കുന്നു. മരുന്നുകൾ ഏതുമില്ല. സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് പാർത്ഥിബ് വളർന്നിരിക്കുകയുമാണ്. ചെറുപ്പകാലം മുതൽ സ്കൂളിലേക്കും അതോടൊപ്പം തന്നെ പുറത്തേക്കുമുള്ള യാത്രകളൊക്കെ തന്നെ വീൽ ചെയറിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വീൽ ചെയർ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. 18 വയസ്സിനിടയിൽ 8ഓളം ശസ്ത്രക്രിയകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ രോഗാവസ്ഥയിൽ ഏറെ മാറ്റമുണ്ടായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. ഒപ്പം തന്നെ ദീർഘകാല അഭിലാഷം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. MBBS പഠനത്തിലൂടെ ഡോക്ടറാകുക എന്നുള്ള വലിയ ആഗ്രഹത്തിലേക്ക് അടുത്തു വരികയാണ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രയാസമാണ് അതിനൊരു നേരിയ തോതിലെങ്കിലും വെളുങ്ങുതടിയായി നിൽക്കുന്നത്. സർക്കാർ മെഡിക്കൽ കോളേജിലാണ് പഠനമെങ്കിൽ പോലും അനുബന്ധ ചെലവുകളുണ്ട്. അത് കണ്ടെത്താൻ ആവശ്യമായ ഒരു മാർഗം അവരുടെ മുന്നിൽ ഇനിയും തുറന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരെങ്കിലുമൊക്കെ മനസ്സും അതോടൊപ്പം തന്നെ സാഹചര്യവും ഒരുങ്ങുന്നവരൊക്കെ തന്നെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പഠനത്തോടൊപ്പം തന്നെ നല്ലതുപോലെ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുന്ന ആൾ കൂടിയാണ് പാർത്ഥിബ് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട്. വലത് കൈകൊണ്ട് എഴുതുന്ന അക്ഷരങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ അതേസമയം തന്നെ ഇടത് കൈകൊണ്ട് മിറർ രൂപത്തിലേക്ക്, മിറർ ഇമേജായി പകർത്തി എഴുതാൻ കഴിയുന്ന ഒരു കഴിവ് കൂടി അദ്ദേഹത്തിനുണ്ട്. എന്തായാലും പ്രദേശവാസികളുടെയും സ്കൂളിലെ അധ്യാപകരുടെയും ഒക്കെ തന്നെ വലിയ പിന്തുണയോടുകൂടിയാണ് തീർച്ചയായിട്ടും